നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കാലത്ത് ജാപ്പനീസ് മെസ്സി എന്നുവരെ അറിയപ്പെട്ട പ്രതിഭയാണ് ടകഫുസെ കുബോ. 2011 മുതൽ 2015 വരെ FC ബാഴ്സലോണയുടെ അക്കാദമിയിലായിരുന്നു കുബോ ഉണ്ടായിരുന്നത്. പിന്നീട് താരത്തെ സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. എന്നാൽ റയലിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ ഒന്നും ലഭിച്ചിരുന്നില്ല. മറിച്ച് ലോൺ അടിസ്ഥാനത്തിൽ പല ക്ലബ്ബുകൾക്ക് വേണ്ടി അദ്ദേഹം കളിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ റയൽ സോസിഡാഡിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡ് തൻ്റെ മുൻ ക്ലബ്ബല്ല എന്നുള്ള കാര്യം കുബോ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങളും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പലരും പറയുന്നത് റയൽ മാഡ്രിഡ് എൻ്റെ മുൻ ക്ലബ്ബാണ് എന്നാണ്. പക്ഷേ ഞാൻ അവർക്ക് വേണ്ടി ഒഫീഷ്യൽ അരങ്ങേറ്റമൊന്നും നടത്തിയിട്ടില്ല. ഞാനെപ്പോഴും ലോണിലായിരുന്നു കളിച്ചിരുന്നത്. അവരോടൊപ്പം നല്ല ഓർമ്മകൾ ഒന്നും തന്നെ എനിക്കില്ല. അത് അവസാനിച്ച അധ്യായമാണ്. ഞാൻ റയൽ സോസിഡാഡിൽ മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. റയൽ മാഡ്രിഡിനെ എൻ്റെ മുൻ ക്ലബ്ബായി കൊണ്ട് ഞാൻ പരിഗണിക്കുന്നില്ല. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ക്ലബ്ബുകളിൽ ഒന്നാണ് അവർ. ഇതാണ് കുബോ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ പുതിയ മുന്നേറ്റ നിരയായ എംബപ്പെ, അതുപോലെ തന്നെ വിനി, റോഡ്രിഗോ കൂട്ടുകെട്ടിനെ കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഈയൊരു കൂട്ടുകെട്ട് പ്രതീക്ഷിച്ച രൂപത്തിൽ ക്ലിക്ക് ആവാത്തതിൻ്റെ കാരണം ആ താരങ്ങൾ എല്ലാവരും ഒരേ പൊസിഷനിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് കുബോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റ നിര താരങ്ങൾ വളരെ മികച്ച താരങ്ങളാണ്, വേഗതയുള്ളവരാണ്. എന്നാൽ ഒരേ പൊസിഷനിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ആ 3 താരങ്ങളും. അതുകൊണ്ടാണ് നിലവിൽ അവർക്ക് 3 പേർക്കും അവരുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാത്തത്. ഇതാണ് കുബോ ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡും അതുപോലെ തന്നെ സോസിഡാഡും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 റയൽ സോസിഡാഡിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.